ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിഷസ് കോർണർ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിരിക്കാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ടും കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് ആലു പറാട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഞാനിവിടെ 5 പൊട്ടാറ്റോ നല്ലപോലെ വാഷ് ചെയ്ത് കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് 2 വിസിൽ ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ സൈസ് സവോള എടുത്തിട്ടുണ്ട്, നല്ലപോലെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കരിവേപ്പില ഒരല്പം, മല്ലിയില, പിന്നീട് ഒരു 6 വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പൊട്ടാറ്റോ ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നുള്ളത്. അപ്പോൾ കട്ടകളില്ലാതെ തന്നെ നമുക്ക് പൊട്ടാറ്റോ നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ കാണാൻ സാധിക്കുകയുള്ളൂ. വേവിച്ച് വെച്ചിരുന്ന പൊട്ടാറ്റോ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആലു പറാട്ടയ്ക്ക് വേണ്ട മിക്സ് റെഡിയാക്കി എടുക്കാം. ആദ്യം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തു. ചൂടായതിനു ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നീട് 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഫ്രൈ ആയ ശേഷം അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പൊടികളാണ്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളുടെ പച്ച മണം പോകുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ പൊട്ടാറ്റോ കുക്ക് ചെയ്യുന്ന സമയം ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് പഞ്ചസാര ഒരല്പം ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആലു പറാത്തയ്ക്ക് വേണ്ട മാവ് മിക്സ് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാവിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ ആലു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേസണിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഈ പൊട്ടാറ്റോ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്. പതിയെ ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിൽ ആഡ് ചെയ്യേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആശീർവാദിൻ്റെ 1 ബൗൾ ഗോതമ്പ് പൊടിയാണ്. പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരുന്ന ആ ഒരു പൊട്ടാറ്റോ മിക്സ് നല്ലപോലെ ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പൂൺ കൊണ്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് മാവ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ കുഴച്ച് മാവ് റെഡിയാക്കി എടുക്കാം. ചപ്പാത്തിക്ക് മാവ് റെഡിയാക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഞാനിവിടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്.
ഇപ്പോൾ മാവ് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 15 മിനിറ്റ് അടച്ചു വെച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പലകയിൽ വെച്ച് പരത്തി ആലു പറാട്ട ചുട്ടെടുക്കാം. ഞാൻ ഈ പരത്തുന്നത് കാണിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന ആ ഒരു രീതിക്ക് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് തന്നെ പരത്തിയെടുക്കാം. പൊട്ടാറ്റോ മിക്സും ഗോതമ്പ് പൊടിയും ഒരുമിച്ച് കുഴച്ചത് കൊണ്ട് തന്നെ ഈ ഒരു മാവിന് നല്ല സോഫ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് കൊണ്ട് കുറച്ച് ലോങ് ആയിട്ട് തോന്നുന്നതാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ആലു പൊറോട്ട ചെയ്തെടുക്കാം. ആദ്യം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്ത് ചൂടായതിനു ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് പരത്തി വെച്ചിരുന്നത് ഓരോന്നായി ചുട്ടെടുക്കാം. തിരിച്ചിട്ടും മറിച്ചിട്ടും സൈഡൊക്കെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആലു പൊറോട്ട റെഡിയായി കിട്ടും. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറയുമ്പോൾ കുറച്ച് ലെങ്ത് കൂടിയതാണ്. നിങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല കട്ട തൈരും പിന്നെ തേങ്ങ ചമ്മന്തിയാണ്. ഞാനിവിടെ സെർവ് ചെയ്തത് തേങ്ങ ചമ്മന്തിക്കൊപ്പമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.